ചെറുകഥ മനസ്സറിഞ്ഞ സുഗന്ധം. രചന കലാ പത്മരാജ്. ശബ്ദം സജി ശ്രീവത്സം. ഓഫീസിൽ നിന്ന് വന്ന ബാലു തൻ്റെ ഷർട്ട് ഒരു ഹാങ്ങറിൽ തൂക്കുമ്പോൾ ആ മനസ്സ് മുഴുവൻ എന്തോ പറഞ്ഞു തീർക്കാനുള്ള വ്യഗ്രതയായിരുന്നു. എന്തായാലും ഇന്നൊരു തീരുമാനമെടുക്കണം. എല്ലാം അവളോട് തുറന്നു പറയണം. എത്ര നാളെന്ന് വെച്ചാ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? എനിക്കും വേണ്ടേ ഒരു ജീവിതം? എനിക്കുമില്ലേ മോഹങ്ങളും ഇഷ്ടങ്ങളും? ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ ലീന മേശപ്പുറത്ത് ചായ വെച്ചിട്ട് പോകുന്നതാണ് കണ്ടത്. അവളുണ്ടാക്കിയ ചായ മധുരമായി നുണഞ്ഞുകൊണ്ട്, ലീനെ എന്ന് വിളിച്ച് കാര്യം അവതരിപ്പിച്ചാലോ? അല്ലേൽ വേണ്ട, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് വർഷം 2-3 ആയെങ്കിലും ഞാനിതുവരെ അവളെ ഒന്ന് സ്നേഹിക്കാനോ പുന്നരിക്കാനോ നേരെ ഒന്ന് നോക്കാനോ മുതിർന്നിട്ടില്ല. കാണാൻ വലിയ ചേലൊന്നുമില്ല, കറുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹത്തിൽ തീരെ ഇഷ്ടമില്ലായിരുന്നു. സൗന്ദര്യം അല്പം കുറഞ്ഞാലെന്താ, അവൾക്ക് ആവശ്യത്തിനുള്ള കാശുണ്ടല്ലോ എന്ന വീട്ടുകാരുടെ വാക്കുകൾക്കും നിർബന്ധത്തിനു മുന്നിൽ വഴങ്ങിയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ പുറത്തു കൊണ്ടുപോകാൻ എനിക്ക് മടിയാണ്. തൻ്റെ സുഹൃത്തുക്കൾ ഭാര്യമാരെ അണിയിച്ചൊരുക്കിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ കൊതിയാകും. എനിക്കുമുണ്ട് പുറത്ത് കാണിക്കാൻ വയ്യാത്തൊരു സാധനം. അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പുറമേയുള്ള കറുപ്പ് പോലെ തന്നെ അവരുടെ സംസാരവും ഒരു ബെല്ലും ബ്രേക്കുമില്ല. അതുകൂടിയായപ്പോൾ എൻ്റെ അനിഷ്ടം നാൾക്ക് നാൾ വർദ്ധിച്ചതേയുള്ളൂ. ഇപ്പോൾ ഞാൻ അവളെ ശ്രദ്ധിക്കാറേയില്ല. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നത് തന്നെ സമയാസമയം ഭക്ഷണം മുന്നിലെത്തുമ്പോൾ മാത്രമാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അവൾക്കിഷ്ടപ്പെട്ട ഓരോ സ്ഥലത്തെക്കുറിച്ചും അവിടെ പോകണമെന്നും ശാഠ്യം പിടിച്ചിരുന്നു. ഊട്ടിയിലെ നീലമലകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആ നീലക്കുറിഞ്ഞികളെ കാണാൻ പോകാമോ എന്ന് പലവട്ടം അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം അവളെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടാകും ഇപ്പോൾ അവളൊന്നും ആവശ്യപ്പെടാറില്ല, പറയാറുമില്ല. എല്ലാം നിശബ്ദം നിർവഹിക്കുന്നു. ഒട്ടുമിക്ക സമയങ്ങളിലും TV-യുടെ മുന്നിലുണ്ടാകും. ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ട് തന്നെ മാസങ്ങളായി. അതിലവൾക്ക് ഒരു പരിഭവവും ഇല്ല. ഇനി എന്തിനാ ഇങ്ങനെയൊരു ബന്ധം? എല്ലാം പരസ്പരം പറഞ്ഞ് അവസാനിപ്പിക്കണം. അടുത്ത വീട്ടിലെ വേണു സുന്ദരിയായ ഭാര്യ ഉണ്ടായിട്ട് പോലും മറ്റ് പെണ്ണുങ്ങളുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. പതിവ് പോലെ പായയും തലയണയും എടുത്ത് അടുത്ത ബെഡിലേക്ക് പോകുമ്പോൾ അവൾ ചെറുതായി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് കണ്ടു. ആ നോട്ടത്തിലുണ്ടായിരുന്നു മൗനത്താൽ മുഴിയുന്ന പരിഭവങ്ങൾ. എന്നാൽ ഞാനത് കണ്ട ഭാവം കാണിച്ചില്ല. അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. എൻ്റെ മനസ്സ് മുഴുവൻ സൗന്ദര്യധാമങ്ങളായ മാലാകമാറായിരുന്നു. ഭാവിയിലെ സുന്ദര സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ട് ഞാൻ അവർക്ക് ചുറ്റും കറങ്ങുകയായിരുന്നു. അവിടെ എൻ്റെ ഭാര്യയെന്ന ലീന തീർത്തും അപ്രസക്തയായിരുന്നു. സുഖസുഷുപ്തിയിലാണ്ട രാത്രിയുടെ യാമങ്ങൾ പിന്നിടുമ്പോൾ പെട്ടെന്ന് ശരീരത്തിനകത്ത് വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഒരു വിറയൽ ദേഹത്താകമാനം. വിയർക്കുന്നു, തൊണ്ട വരളുന്നു, വല്ലാത്തൊരു വേദന, നെഞ്ചകം കീറിമുറിക്കുന്നത് പോലെ. എനിക്കെന്തോ സംഭവിക്കുന്നു. ചുറ്റും കറങ്ങുന്നു, കണ്ണിൽ ഇരുട്ട് വരക്കുന്നു. അയ്യോ അമ്മേ, വെള്ളം വെള്ളം ഉറക്കെ വിളിക്കാൻ തോന്നി. പക്ഷേ നാവ് പൊങ്ങുന്നില്ല. വല്ലാണ്ട് മുരണ്ട് കൈ ഉയർത്തി എങ്ങനെയോ ബെഡിൽ ആഞ്ഞടിച്ചു. അത് കേട്ടിട്ടാവും ലീന പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അടുത്തു വന്നപ്പോഴേക്കും എൻ്റെ ബോധം തീർത്തും നഷ്ടപ്പെട്ടിരുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ ബെഡിൻ്റെ കാൽക്കൽ തലയും കുമ്പിട്ടിരിക്കുന്ന ലീനയാണ് കണ്ടത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, മുടിയെല്ലാം അലക്ഷ്യമായി കിടക്കുന്നു. കുളിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായതുപോലെ ആ കാഴ്ച അവളുടെ രൂപത്തെ കുറച്ചുകൂടി വിരൂപയാക്കി. എന്നെ കണ്ടതും ആഹാ, ഉണർന്നോ, ഞാൻ ഡോക്ടറെ വിളിക്കാം. വിടർന്ന കണ്ണുകളോടെ അവൾ ഡോക്ടറുടെ റൂമിലേക്ക് ഓടി. ആൾ ഉഷാറായല്ലോ എന്ന ഡോക്ടറുടെ ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോൾ, ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, നാളെ തന്നെ വീട്ടിൽ പോകാം, എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ചുവല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർ ലീനയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട്, വരൂ ചാർജ് ഷീറ്റ് തരാം എന്ന് പറഞ്ഞു പോയി. എനിക്കെന്താ ലീനെ, ഞാൻ ആദ്യമായി അവളെ വിളിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ തന്നെ നമുക്ക് വീട്ടിൽ പോകാം എന്ന അതിയായ സന്തോഷത്തോടെ അവൾ പറഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ ഓരോ കാര്യങ്ങളും നിറവേറ്റുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിയായ ദുഃഖം തോന്നി. ഞാൻ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം അവഗണിക്കാമോ പരമാവധി അവഗണിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലെ ഇഷ്ടക്കേട് ഞാൻ പലപ്പോഴും വ്യക്തമായി പ്രകടമാക്കിയിട്ടുമുണ്ട്. അതിലൊന്നും അവൾ ഒരു പരാതിയും പരിഭവവും എന്നോട് പറഞ്ഞിട്ടില്ല. കറുത്ത ശരീരത്തിലെ വെളുത്ത മനസ്സ് ഞാൻ ആദ്യമായി കാണാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിൽ ഞാൻ ആ സൗന്ദര്യം കണ്ടു. ഞാനറിയാതെ എൻ്റെ മനസ്സ് അവിടെ പ്രണയിച്ചു തുടങ്ങി. അവളുടെ മനസ്സിലെ വെണ്മ ആ ശരീരത്താകമാനം നിറയുന്നതായി എനിക്ക് തോന്നി. അന്ന് രാത്രി ആദ്യമായി അവളോടൊപ്പം ചേർന്ന് കിടന്നപ്പോൾ തനിക്ക് അഭിമുഖമായി തിരിഞ്ഞ് കൈകൾ കൊണ്ട് തൻ്റെ കഴുത്തിൽ ചുറ്റി മാറിൽ മുഖമമർത്തി അവൾ വിങ്ങി പൊട്ടിക്കരയട്ടെ. ആ മനസ്സിൽ തടയിട്ട എല്ലാം ഒഴുകി തീരട്ടെ. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. കൂടുതൽ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. താൻ കാണാതെ പോയ സ്നേഹം, അതിൻ്റെ സുഗന്ധം എല്ലാം എൻ്റെ മനസ്സും ശരീരവും അറിയുകയായിരുന്നു. ഏതായാലും ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതെന്തിനായെന്ന് തലയുയർത്തി അവൾ മുഖം ചുളിച്ചപ്പോൾ, നമുക്കെങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ? നീ മുമ്പ് പറയാറില്ലേ ഊട്ടിയിലെ നീലക്കുറിഞ്ഞികൾ പൂത്ത
ആ നീലമലകളെക്കുറിച്ച്. ആ നീലമലകളെ നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്ന്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. ആ മുഖത്തെ സൗന്ദര്യം ഞാൻ ആദ്യമായി ദർശിച്ചു. ആ യാത്രയിൽ കോടമഞ്ഞിൻ്റെ തണുത്ത കാറ്റ് അവരിലേക്ക് അരിച്ചിറങ്ങി. ദൂരെ മഞ്ഞണിഞ്ഞ മലനിരകൾ, മനുഷ്യൻ്റെ കരവിരുതാൽ മനോഹരമാക്കി തീർത്ത തേയിലത്തോട്ടങ്ങൾ, നീലക്കുറിഞ്ഞികൾ പൂത്ത ആ നീലമലകൾ, ആ സുന്ദര കാഴ്ചകൾ അവളെ കൂടുതൽ സന്തോഷവതിയാക്കി. കോടമഞ്ഞിൻ്റെ തണുപ്പ് അവരുടെ ദേഹത്തെ തട്ടിയുണർത്തിയപ്പോൾ അയാൾ അറിയാതെ അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഒരു ചുടുശ്വാസത്തോടെ അവൾ അവനിലേക്ക് ചാഞ്ഞു. നീലക്കുറിഞ്ഞികളുടെ ഗന്ധം അവരുടെ ജീവിതത്തിൽ സുഗന്ധം പരത്തുകയായിരുന്നു.